ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ ഓരോ തവണ വൊക്കാബിന്റെ വീഡിയോ ഇടുമ്പോഴും താഴെ വരുന്ന കമന്റുകളാണ്. ആ കമന്റുകളാണ് വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പം പാർട്ട് 4 ആണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഈ പാർട്ട് 4 ചെയ്യുമ്പോൾ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ വെനസ്ഡേയ്സും സാറ്റർഡേയ്സും കൃത്യമായിട്ട് ഈ വീഡിയോ വരുന്നത് പോലെ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. എല്ലാ വെനസ്ഡേയ്സും സാറ്റർഡേയ്സും നിങ്ങൾക്ക് ഈ വീഡിയോ യൂട്യൂബിൽ വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ഇനിയും നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കമന്റും ഫീഡ്ബാക്കും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വേർഡ്സ് ചെയ്താൽ നോക്കാം. വാവ്, മെലൻകളിക് എന്നൊരു വേർഡാണ്. നമുക്കൊരു പിക്ചർ ഉണ്ട്. പിക്ചറിൽ ഒരു പാവപ്പെട്ട ഫാമർ, മെലൻസ് ഉണ്ട്, കോളിഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ. മെലനും കോളിയും ഇത് രണ്ടും കാണാൻ നമുക്ക് മെലനും കോളിഫ്ലവർ അല്ലേ ഓർമ്മ. മെലനും കോളിഫ്ലവറാണ്. ഫുൾ ഫ്ലഡഡ് ആയിട്ടുള്ള ഒരു ഫാമാണ്. അവിടെ ഒരു ആള് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ മെലൻകളി എന്ന വേർഡിന്റെ അർത്ഥം നമുക്ക് എപ്പോഴും ഓർക്കാം. ഈ മെലനും കോളിഫ്ലവറും ഒക്കെ ഉള്ള ഒരു പാടത്ത് നിറയെ വെള്ളം കയറി ഭയങ്കര എക്സ്ട്രീം സാഡ് ആയിട്ട് ഭയങ്കര സിവിയർലി ഹേർട്ട് ആയിട്ട് ഒരു ഫാമർ ഇരിക്കുന്നത്. അപ്പൊ ഭയങ്കര സിവിയർ ആയിട്ടുള്ള സങ്കടം അല്ലെ, സാഡ്നെസ്. മെലൻകളിയുടെ അർത്ഥം അതാണ്. ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് സിവിയർ സാഡ്നെസ്. ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് സിവിയർ സാഡ്നെസ് ആണ് മെലൻകളി. അതായത് മെലനും കോളിഫ്ലവറും വളർത്തിയ ഒരു കൃഷിയിടത്ത് വെള്ളം കയറി. അപ്പൊ അവിടുത്തെ ഫാർമറിന് വിഷമം ഉണ്ടായി. അത് തന്നെയാണ് മെലൻകളിയുടെ അർത്ഥവും. ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് സിവിയർ സാഡ്നെസ്. അടുത്ത വാക്ക് നോക്കാം. എക്സ്പാട്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എക്സ്പാട്രിയേറ്റ് പാട്രിയോട്ട്, എക്സ്പാട്രിയോട്ട് എന്നാണ് എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്. ഭയങ്കര ദേശീയ സ്നേഹിയായിട്ടുള്ള ഒരാൾ നാട്ടിന്റെ പുറത്താണ്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ നാട്ടിന്റെ പുറത്ത് തിരിച്ചു വരണം, എങ്ങനെ വേണോ അല്ലെ. അപ്പോൾ ഒരു വലിയൊരു പാട്രിയോട്ട്, ഒരാൾ നമ്മുടെ ദേശത്തിനോട് ഭയങ്കര സ്നേഹമുള്ള ഒരാൾ എന്താ, എല്ലാവരും ചിയർ ചെയ്യണം. അയാൾ പോകുന്നതിൽ വിഷമിക്കുന്നുണ്ട്, ചിയർ ചെയ്യുന്നുണ്ട്. സോ അയാൾ നാട് വിട്ടു പോവാണ്. സോ എക്സ്പാട്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശത്തെ ഒരുപാട് സ്നേഹിച്ചത് ഇപ്പൊ ദേശത്തിൽ ഇല്ലാത്ത ഒരാൾ അല്ലെ. സോ എക്സ്പാട്രിയേറ്റിന്റെ മീനിങ്ങും അത് തന്നെയാണ്. എ പേഴ്സൺ ഹു ലീവ്സ് ഔട്ട്സൈഡ് ദർ നേറ്റീവ് പ്ലേസ്. അത് സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുന്ന ഒരാളെ നമ്മൾ എക്സ്പാട്രിയേറ്റ് പറയുന്നത്. എക്സ്പാട്രിയേറ്റ് നമ്മുടെ നാടിന് ഒരുപാട് സ്നേഹിച്ച ഒരാൾ ഇപ്പൊ നാട്ടിലില്ല. സോ എക്സ്പാട്രിയേറ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു ഇസ് ലീവിംഗ് ഔട്ട്സൈഡ് ഹിസ് നേറ്റീവ് പ്ലേസ്. അടുത്ത് നോക്കാം. എക്സോഡിയം. എക്സോഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു സ്റ്റേഡിയം അല്ലെ, എക്സിറ്റിംഗ് സ്റ്റേഡിയം. ഒരു സ്റ്റേഡിയത്തിനകത്തേക്ക് ഉള്ള എന്താ എക്സിറ്റ് ചെയ്യാണ്. സ്റ്റേഡിയത്തിന് അകത്തുനിന്ന് ആൾക്കാർ എക്സിറ്റ് ചെയ്യാണ്. എപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് കുറേ സ്പീച്ചാണ്, ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ എക്സിറ്റ് ചെയ്ത് പോകും അല്ലേ. സോ എക്സോഡിയം എന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചാണ്. എക്സിറ്റിംഗ് സ്റ്റേഡിയം എന്ന് വെച്ചാൽ നമുക്ക് ആരുടെയും പ്രസംഗം കേൾക്കുന്ന ഇഷ്ടമല്ല. നമ്മളിപ്പോൾ പ്രസംഗവും വലിയ വലിയ ചർച്ചകൾ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളവിടെ ഇറങ്ങിപ്പോകും. സോ എക്സോഡിയത്തിന്റെ മീനിങ് സംതിങ് ലൈക്ക് ദാറ്റ്, ഇൻട്രൊഡക്ടറി സെക്ഷൻ ഓഫ് എ ഡിസ്കോഴ്സ്. ഒരു വലിയ നീണ്ട പ്രസംഗത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് എക്സോഡിയം എന്ന് പറയുന്നത്. അടുത്ത വാക്ക് നോക്കിയാലോ, വെഹമെന്റ്. അതായത് വെഹമെന്റ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾ. ഒരു വെഹിക്കിൾ എന്നൊരു ഫീലിംഗ്, ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു വെഹിക്കിൾ. അപ്പൊ ഭയങ്കര സ്പീഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഫോഴ്സ് കൊടുത്തായിരിക്കും അല്ലേ പോടെ. ഭയങ്കരമായിട്ടുള്ള സ്പീഡ്, ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ്. അപ്പൊ വെഹമെന്റിന്റെ അർത്ഥം അത് തന്നെയാണ്. ഷോയിങ് സ്ട്രോങ് ഫീലിംഗ്, ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കാണിക്കുക. വെഹമെന്റ് വെഹിക്കിൾ ഭയങ്കരമായ സ്പീഡിൽ പോകുന്നു ആലോചിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, ഭയങ്കരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു. ജസ്റ്റ് ലൈക്ക് ദ മീനിങ് ഷോയിങ് സ്ട്രോങ് ഫീലിംഗ്സ് ഓർ ഫോഴ്സ്ഫുള്ളി എന്നാണ് ആ വേർഡിന്റെ മീനിങ്. അടുത്ത് നോക്കാം, ഡെത്ത്. കണ്ടോ, ഒരുപാട് പേര് മരിച്ചതാണ്. അപ്പൊ ഒരുപാട് പേര് മരിക്കുമ്പോൾ ആൾക്കാരില്ലാണ്ടാവില്ലേ, ലോകത്തുള്ള എല്ലാവരും മരിക്കാൻ. ഡെത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഡെത്ത് എന്ന വാക്കാണ് ഓർമ്മ വരുന്നത്. എല്ലാവരും മരിക്കുകയാണെങ്കിൽ ദർ വിൽ ബി സ്കാർസിറ്റി ഓഫ് ലൈഫ് അല്ലെ. സ്കാർസിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സംതിങ്, കുറവുണ്ടാവും. മനുഷ്യന്മാരുടെ കുറവുണ്ടാവും, അല്ലെങ്കിൽ എന്താണോ മരണപ്പെടുന്നത് അതിന്റെ കുറവ് എന്തായാലും ഉണ്ടാവും. ഒരാൾ മരിക്കുമ്പോൾ നമുക്കൊരു കുറവ് അനുഭവപ്പെടില്ലേ. അപ്പൊ ഡെത്ത് എന്ന് കഴിഞ്ഞാൽ കുറവ് എന്നാണ്. നമുക്കൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറവ് ഫീൽ ചെയ്യും. സോ ഡെത്ത് എന്ന് വെച്ചാൽ ലാക്ക്, അതായത് സ്കാർസിറ്റി ഓഫ് ലാക്ക് ഓഫ് സംതിങ്, എന്തിന്റെയെങ്കിലും ഒരു കുറവ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറവാണ്. സോ ഡെത്ത് എന്ന് പറഞ്ഞാലും സെയിം അങ്ങനെ ചിന്തിക്കാം, ലാക്ക് ഓർ സ്കാർസിറ്റി ഓഫ് സംതിങ്. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ സീരീസ് കഴിഞ്ഞു. അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പഠിക്കണമെങ്കിൽ RRB Clerk 2.0 ബാച്ച് റെഡിയാണ്. ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. അടുത്ത പാട്ടിൽ കാണാം. ബൈ.